मेरे भाषण का आगे का हिस्सा बताने से पहले मैं सभी कैंडिडेट से प्रार्थना करता हूं कि सारे कैंडिडेट जरा आगे आ जाए। जो चुनाव लड़ रहे हैं कैंडिडेट आगे आ जाए, आगे आ जाए सब लोग। चुनाव लड़ रहे हो सब एक लाइन में खड़े हो जाए ताकि मैं अब फिर उनसे मिलकर के आपके पास आता हूं। एनडीए सौहृदगढ़े, मैं एक बार फिर आप सभी को यहां इतनी विशाल संख्या में आने के लिए, बीजेपी एनडीए को आशीर्वाद देने के लिए हृदय से बहुत बहुत आभार व्यक्त करता हूं। आप सबका बहुत बहुत धन्यवाद। സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഇന്നിവിടെ ഇത്രയും വലിയ സംഖ്യയിൽ വന്നതിനും ബിജെപി എൻഡിഎക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനും എല്ലാവർക്കും നന്ദി പറയുന്നു, ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു। मेरे साथ बोलिए भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की जय। वंदे मातरम, 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 वंदे। मातरम। പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടെത്തി പാലക്കാട്ടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് എൻഡിഎയുടെ സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡീൽ ആരോപണം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഒപ്പം തന്നെ എൽഡിഎഫിനും യുഡിഎഫിനും വലിയ രീതിയിലുള്ള വിമർശനവും ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ഉന്നം വയ്ക്കുന്നത് ബിജെപിയെയാണ്. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സകല അഴിമതിയിലും അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളെല്ലാം തൊട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായത്. ഈ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ഇപ്പോൾ പ്രധാനമന്ത്രി പാലക്കാട് നിന്ന് മടങ്ങുകയാണ്. ഇനി തൃശൂരിലായിരിക്കും പ്രധാനമന്ത്രി എത്തുക. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തൃശൂരിൽ എത്തിച്ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.